നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതിസ് കുക്കറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. കേബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും കേബേജ് തോരനൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും. പക്ഷെ ഓരോരുത്തരും ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും. അപ്പം ഞാനും വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണ്. മാത്രമല്ല കേബേജിന് ഉണ്ടാവുന്ന ഒരു മണം കുറഞ്ഞു കിട്ടുന്ന രീതിയും കൂടിയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കേബേജ് തോരനിലേക്കായിട്ട് കേബേജ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വാട്ടിയെടുക്കുന്ന സമയത്ത്, അതായത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 1 കപ്പ് കേബേജ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പെട്ടെന്ന് കേബേജ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ കേബേജിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ മുളക് പൊടി ചേർത്താൽ മതിയാവും. ഇതിലോട്ട് കുറച്ച് വേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇതുപോലത്തെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇഞ്ചിയുടെ ഒരു അളവ് പറയാനാണെങ്കിൽ ഇത് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഉണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ നല്ലൊരു ടേസ്റ്റിനായിട്ട് കുറച്ച് ചെറുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 8 മുതൽ 10 വരെ ചെറുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറുള്ളിയും കൂടി ആയതുകൊണ്ട് തന്നെ ഞാനൊരു 11 എണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. അതിതുപോലെ വട്ടത്തിൽ അരിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇതുപോലത്തെ ഒരു ചെറിയ സവാളയും കൂടി എടുക്കുന്നുണ്ട്. സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിരുങ്ങിയിട്ടുള്ള നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു അളവ് പറയാനാണെങ്കിൽ ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഇതൊരു 5 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ തിരുമ്മിയെടുക്കാന്നൊക്കെ പറയില്ലേ, ഈ സവാളയും പിന്നെ ഈ ഉള്ളിയും ഈ കാബേജൊക്കെ കൂടിയിട്ട് നന്നായിട്ട് തന്നെ തിരുമ്മിയിട്ട് ഇങ്ങനെ ഒന്ന് വെക്കുക. ഞാനിപ്പോൾ ഈ കേബേജ് വാങ്ങിച്ചതിന് ശേഷം ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ വെച്ചിട്ട് എടുക്കുമ്പോൾ എന്തായാലും ഇതിൽ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് കൂടുതലായിരിക്കും. അതായത് നമ്മൾ ഈ സമയത്തൊന്ന് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞത് കാണാൻ പറ്റും. കണ്ടില്ലേ, നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് തിരുമ്മി വെച്ചിട്ടുള്ളൂ. നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മി എടുക്കുമ്പോൾ തന്നെ ഇതിന് ആവശ്യത്തിന് വെള്ളം വരുന്നത് കാണാം. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരുമ്മിയെടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കാനായിട്ട് അടുപ്പത്ത് നമുക്ക് ചീനച്ചട്ടി വയ്ക്കാം. ചീനച്ചട്ടി ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതൊരു നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമില്ലെങ്കിൽ മറ്റേത് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞതോടുകൂടി ഇതിലോട്ട് കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പൊക്കെ ചേർക്കുമ്പോൾ കേബേജിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 1.5 ടീസ്പൂണോളം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ പീസ് പരിപ്പ് ഉണ്ടെങ്കിൽ അതായാലും ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഉഴുന്നും പരിപ്പും കൂടി ഇടുന്നുണ്ട്. നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കാൻ എടുക്കില്ലേ, ആ ഉഴുന്നും പരിപ്പ് ഒരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. ഇത് കരിയാൻ പാടില്ല കേട്ടോ. കരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 45 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇത് ആവശ്യത്തിന് എരിവുള്ള പച്ചമുളകായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരെണ്ണം എടുക്കണുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണത്തിനൊക്കെ മാറ്റം വരുത്തുക. അതുപോലെ ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 15 സെക്കൻഡോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലും പിന്നെ ഒരു വറ്റൽമുളക് ഒന്ന് നടു പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പൊക്കെ കരിയാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ അത് പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. അങ്ങനെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്ത ശേഷം കടലപ്പരിപ്പിൻ്റെ കളറൊക്കെ ഇതുപോലെ ആവുന്ന സമയത്ത് തന്നെ നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള കേബേജും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിട്ടുള്ള കേബേജ് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഒരു വട്ടം ഒന്ന് പിഴിഞ്ഞാൽ മതി. എന്നിട്ട് വേണം ഇതൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഇതിലിട്ട് പോയിട്ടുണ്ടാവും. എന്നിട്ട് വേണം അതിലേക്ക് ഇടാനായിട്ട്. അല്ലാതെ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് ഇതിൽ മുഴുവനായിട്ട് വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക.
ഇളക്കി എടുത്തതിന് ശേഷം ഇതിൽ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒരു പച്ചമുളക് ഈ കൂട്ടത്തിലൊന്ന് ഇട്ട് കൊടുത്താലും മതിയാവും. ഇതൊന്ന് വാടി ഒന്ന് വെന്ത് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. പിന്നെ തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കാം. നിങ്ങളിത് അടച്ചു വെക്കുന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക. അടിക്ക് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ കറി തീരെ കൊള്ളില്ല, വേറൊരു ടേസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഓരോ വട്ടം കാബേജ് ഇടുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തത്. നന്നായിട്ട് പിഴിഞ്ഞിട്ടൊന്നുമില്ല. എന്നിട്ട് പോലും ഇത്രയും വെള്ളം നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് തിരുമ്പി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് കാബേജ് തോരൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാബേജിനൊരു മണം ഉണ്ടായിരിക്കും. സാധാരണ നമ്മൾ വെക്കുമ്പോൾ ആ ഒരു മണം കുറച്ച് കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കാബേജിൻ്റെ മണം ഒന്നും ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റോളം ഇങ്ങനെ വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഒരു 6-7 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കാബേജ് തോരൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ആയിരിക്കില്ല ഉണ്ടാക്കുന്നുണ്ടാവുക. പലർക്കും പല രീതിയായിരിക്കും കാബേജ് തോരൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതും കൂടി അറിയാം. എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും നമ്മുടെ ചാനലിൽ റെസിപ്പീസ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് കഴിച്ച് നോക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ കൂടി എടുത്തേക്കണേ. എന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് അല്ലെങ്കിൽ ഇമെയിൽ വഴി നമുക്ക് അയച്ചു തരാം. അത് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. കൂടെ തന്നെ ഒരു ബെല്ലൈക്കണും കൂടി കാണും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.